കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എപ്പോൾ ബിറ്റ്കോയിൻ ബുള്ളിഷിലേക്ക് മാറും, അതിൻ്റെ സൂചനകൾ എന്താണെന്നുള്ളത്. അത് ഡേ ക്യാൻഡിലിൽ എങ്ങനെ കാണാനൊക്കും, അല്ലെങ്കിൽ വീക്കിലിയിൽ എങ്ങനെ അറിയാനൊക്കും, മന്ത്ലിയിൽ സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാനൊക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളിത് വീക്കിലി ചാർട്ടാണ്, നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഓരോ ക്യാൻഡിലും ഓരോ വീക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ ഒക്കുന്നുണ്ട്. ഒരു ലെഗ്, അത് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. ഇത് സെക്കൻഡ് ലെഗ്, ഇത് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. ഇത് തേർഡ് ലെഗ്. യൂഷ്വലി മാർക്കറ്റ് 3 to 5 ലെഗ് രീതിയിലാണ് സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ ഓൾറെഡി നമുക്ക് തേർഡ് ലെഗ് ആയി. ഇനി 4 or 5 കണ്ടേക്കാം. പക്ഷെ പൊതുവേ എപ്പോഴും ഒരു 3 ലെഗാണ് കൂടുതൽ സമയം നമ്മൾ കാണാറുള്ളത്. 4 to 5 പോകാറുണ്ട് പലപ്പോഴും, പക്ഷെ കൂടുതലും 3 ലെഗ് വന്നതിന് ശേഷം അതിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഒന്നാമത്തെ ലെഗ് ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിരുന്നു വീക്കിലിയിൽ, ഞാൻ ഒന്ന് ഇറേസ് ചെയ്തോട്ടെ. വീക്കിലിയിൽ നമുക്ക് എന്ത് വേണം? ഒരു ഓറഞ്ച് ക്യാൻഡിൽ. നമ്മളിവിടെ ഓറഞ്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാർട്ടിൽ കൊടുത്തേക്കുന്ന കളർ അതായതുകൊണ്ടാണ്. അപ്പം ഒരു ഓറഞ്ച് വീക്കിലി ക്യാൻഡിൽ ഈ ബാൻഡിൻ്റെ മുകളിലായിട്ട്, നമ്മൾ ഈ കാണുന്ന ഓറഞ്ച് ബാൻഡിൻ്റെ മുകളിലായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു ഓറഞ്ച് ബാൻഡിൻ്റെ മുകളിലായിട്ട് ഈ കണ്ട ക്യാൻഡിലില്ല, ഇതല്ല, ഇത് ബാൻഡിനകത്തൂടെ പോയേക്കുന്നതാണ്. നമുക്ക് ബാൻഡിന് മുകളിൽ ഒരു സോളിഡ് ബാർ വേണം. ഇതേപോലെ ഒരു സോളിഡ് ബാർ വേണം. ഇതേപോലെ ഒരു സോളിഡ് ബാർ വേണം. ഇത് ബാൻഡിനകത്തുനിന്ന് വന്നതാണ്. ഇത് ബാൻഡിനകത്തൂടെ വന്നതാണ്. നമുക്ക് ഇതേപോലെ സോളിഡ് ബാർ വേണമെന്ന് പറഞ്ഞു. നമുക്കിവിടെ ആ സോളിഡ് ബാർ കിട്ടിയില്ല. അതിന് പകരം ഇവിടെ എന്ത് പറ്റി? ഈ ബാൻഡിനകത്തൂടെ വന്ന ഈ ബാറിനെ ഇറേസ് ചെയ്തുകൊണ്ട് വേറൊരു ബീറിഷ് ക്യാൻഡിൽ വന്നിട്ട് തിരിച്ച് താഴോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീക്കിലിയിൽ എന്ത് പറ്റി? നമുക്ക് ആ ഒരു ബുള്ളിഷ് പാറ്റേൺ കിട്ടിയിട്ടില്ല, വീക്കിലിയിൽ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഡെയിലി പോകാം. ഡെയിലിയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡെയിലിയിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് മീ ക്ലിയർ ദിസ് വൺ. ഓക്കെ, നമ്മൾ ഡെയിലിയിൽ പറഞ്ഞത് നമ്മുടെ ഒരു ഡേ ക്യാൻഡിൽ, ഒരു സോൾഡ് ആയിട്ടുള്ള ഡേ ക്യാൻഡിൽ എന്ത് ചെയ്യണം? ഈ 200 മൂവിങ് ആവറിനെ ബ്രേക്ക് ചെയ്ത് പോകണം. നല്ല സോൾഡ് ആയിട്ടുള്ള ഒരു ബാർ വേണം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 200 മൂവിങ് ആവറേജ് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് നിന്നു. എപ്പോഴും 200 മൂവിങ് ആവറേജ് റെസിസ്റ്റൻസ് ആവും. ഇപ്പോൾ 200 മൂവിങ് ആവറിൻ്റെ താഴെ പ്രൈസ് വരുമ്പം എപ്പോഴും 200 മൂവിങ് ആവറേജ് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. 200 മൂവിങ് ആവറിൻ്റെ മുകളിൽ പ്രൈസ് വരുമ്പം 200 മൂവിങ് ആവറേജ് എപ്പോഴും സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഡെയിലി ക്യാൻഡിൽ നമുക്ക് ഈ പറയുന്ന ഒരു 200 മൂവിങ് ആവറിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അത് അവിടെ നമുക്ക് ഒരു ബുള്ളിഷ് സിഗ്നൽ തന്നിട്ടില്ല. ഇനി മന്ത്ലി എന്താണ് നമ്മൾ പറഞ്ഞത്? മന്ത്ലി പോകുമ്പോൾ നമ്മൾ പറഞ്ഞത് ഈ കാണുന്ന ബാറിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു മാസം ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഇതുവരെ നടന്നില്ല. ഇത് നമ്മുടെ ജൂൺ മാസത്തെ ക്യാൻഡിലാണ്. ഇത് മെയ് മാസം ഈ പറയുന്ന നമ്മുടെ ഈ ഗ്രീൻ ബാറിൻ്റെ മുകളിലായിട്ട് പോയെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്ലോസ് ചെയ്തില്ല. നമ്മൾ പറഞ്ഞത് എന്താണ്? ക്ലോസ് ചെയ്യണമെന്നാണ്. ഈ ബാറിൻ്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യണമെന്നാണ്. ഈ ബാറിനും പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ബുള്ളിഷായിട്ട് ഇത് കണ്ടേനെ. പക്ഷെ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതും നമുക്ക് ബുള്ളിഷായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഡേ ക്യാൻഡിലും വീക്കിലിയും മന്ത്ലി ക്യാൻഡിലും നമുക്ക് ബീറിഷ് കേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഈ മന്ത്ലി, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഡെയിലിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണമായിരുന്നു ബുള്ളിഷ് ആവണമെന്നുണ്ടെങ്കിൽ, വീക്കിലിയിൽ എന്ത് ചെയ്യണമായിരുന്നു, വീക്കിലി ക്യാൻഡിൽ എന്ത് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു, മന്ത്ലി എന്ത് ചെയ്യണമായിരുന്നു എന്നും പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത മാസം, ഇതിപ്പം തീരാൻ ഒരു ദിവസം കൂടെ ഉള്ളൂ, ഒരു ദിവസവും 7 മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പോൾ ജൂലൈ മാസത്തെ ക്യാൻഡിൽ ഇത് നമ്മൾ ബുള്ളിഷായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ തിരിച്ച് കയറി ഈ ക്യാൻഡിലിൻ്റെ, നമ്മൾ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യണം. ഇതായിരുന്നു നമ്മൾ നേരത്തെ നോക്കിയത്. ഇസ് ഗോൺ നൗ. അതിന് നമുക്ക് ആവശ്യമില്ലാത്ത ക്യാൻഡിലാണ്. ഇതാണ് ഇനി നമ്മൾ നോക്കുന്ന ക്യാൻഡിൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രീനിഷ് ബീറിഷ് ക്യാൻഡിലിനെ ഏത് മാസമാണോ കവറപ്പ് ചെയ്യുന്നത് അവിടെ മുതൽ നമുക്ക് ഒരു ബുള്ളിഷ് കേസായിട്ട് ഈവൻ്റായിട്ട് നമുക്കിത് കാണാനൊക്കും. അപ്പം പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ബീറിഷാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും കുറച്ച് ബയാസ്ഡായിട്ട് ബോട്ടമായെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ആസ് എ ട്രേഡർ, ഞാനൊരു ട്രേഡറാണ്, ഡെയിലി ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പം എന്തുകൊണ്ട് ഞാൻ കുറച്ച്
അതായത് ഈ ലെഗിൻ്റെ സപ്പോർട്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ബട്ട് ഈവൻ ദോ ഐ വിൽ ട്രൈ. ഇവിടെ ലെറ്റ് മീ ടേക്ക് മൈ കളർ. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ടാണ് ഞാൻ കാണുന്നത്, ഒരു ഹ്യൂജ് സപ്പോർട്ട് ഞാൻ അവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ലെഗായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതൊരു ലെഗാണ്. ഈ ലെഗ് വന്നു കഴിഞ്ഞ് തിരിച്ചൊരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. ആ മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നും ബിറ്റ്കോയിൻ തിരിച്ചു കയറാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് കാണുമ്പോൾ അതിന് നേരെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യും എപ്പോഴും മൈൻഡിൽ. അപ്പോൾ അടുത്ത ലെഗ് താഴോട്ട് വീണ്ടും വന്നു. ഈ പവറിനെ ഞാൻ നേരെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ പവർ കണ്ടല്ലോ, അപ്പോൾ തിരിച്ച് കയറുന്ന അതിന് ഓപ്പോസിറ്റായിട്ട് കയറുന്ന ആ ഒരു പവർ ഈ പകുതിയെക്കാട്ടിലും കൂടുതൽ മുകളിൽ സഞ്ചരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിനെ കാണുന്നത് ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ പവർ ആദ്യത്തെ പവറിന് വീക്കായി എന്നാണ് ഞാൻ കാണുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള പവറിനെ തിരിച്ച് കൗണ്ടർ ട്രെൻഡിങ്ങിലേക്ക് പോയിട്ട് അതിൻ്റെ ഹാഫ് മുകളിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഈ ലെഫ്റ്റിൽ കാണുന്ന പവർ സ്ട്രോങ് ആണ്. പക്ഷേ ഇവിടെ പകുതിയേക്കാളും കൂടുതൽ ഇത് കയറുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെഫ്റ്റിൽ കാണുന്ന പവർ വീക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകുതിയേക്കാളിൽ കൂടുതൽ കയറുമ്പോൾ പിന്നീട് ഈ കയറിയതായിരിക്കണം ഞാൻ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കയറുന്നതിന് ഞാൻ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ടോപ്പായിട്ടുള്ള ഈ ഏരിയ വളരെ സപ്പോർട്ടാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരിച്ച് കയറിയിട്ട് തിരിച്ച് വന്നായിരുന്നല്ലോ, വന്നിട്ട് ഈ പകുതിക്ക് മുകളിലോ ഈ പകുതിയിലോ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ന്യൂ ഹൈയിലേക്ക് പോകണം. ന്യൂ ഹൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂ ഹൈയിലേക്ക് പോകണം. ഈ ന്യൂ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു പോകണം. അതിവിടെ വന്നിട്ട് പോകാം, ഈ പകുതി വരെ വന്നിട്ട് പോകാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് പകുതിക്ക് താഴെ ഇത് പോയി, ഏകദേശം ഈ സെയിം ലെഗിൻ്റെ താഴെ സെയിം ആയിട്ട് തന്നെ വന്നു. അപ്പം ഇത് ഈ പകുതിക്ക് മുകളിലോട്ട് പോയതുകൊണ്ട് തന്നെ ഈ തിരിച്ചു വരുമ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഞാൻ പറഞ്ഞു. എപ്പോഴും 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ പ്രൈസ് എപ്പോഴുള്ള സമയത്ത് ഈ 200 മൂവിങ് ആവറേജ് ഈ ഡോട്ട് കാണുന്ന ലൈൻ എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇതിപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് 200 മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ഒരു പ്രൈസ് ദൂരേന്ന് താഴോട്ട് വീഴുമ്പോൾ ഈ 200 മൂവിങ് ആവറേജ് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി ഈ 200 മൂവിങ് ആവറേജ് ഇത് തന്നെ പ്രൈസ് പക്ഷേ തൊട്ടടുത്തു നിന്നാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ ഈ 200 മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രൈസ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അതിൻ്റെ സ്റ്റീം, അതിൻ്റെ പവർ, അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടയേർഡാണ്, അതിങ്ങനെ ശക്തിയായിട്ട് വന്നുകൊണ്ടിരുന്ന് താഴെ വരുമ്പോഴത്തേക്ക് ടയേർഡായിട്ട് 200 മൂവിങ് ആവറേജ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു വോൾ പോലെ, ഒരു ഫ്ലോർ പോലെ നിൽക്കും. അപ്പം ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ല പ്രൈസ് ശക്തമായിട്ട് 200 മൂവിങ് ആവറിൻ്റെ അടുത്തൂടെ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് വരും, ഒരു സപ്പോർട്ട് എടുത്തിട്ട് അത് വീണ്ടും ബ്രേക്ക് ചെയ്യും. കാരണം ഇത് ഈസ് സോ പവർഫുൾ നൗ ഹിയർ. ഒന്ന് ശ്രമിക്കും ബ്രേക്ക് ചെയ്ത് തരാൻ, എന്നിട്ട് വീണ്ടും ശ്രമിക്കും. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഇത് അത്യാവശ്യം മുകളിൽ നിന്നാണ് താഴോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒരു ലൈനല്ല, 200 മൂവിങ് അവർ ജസ്റ്റ് ഒരു ലൈനല്ല, അതൊരു ഏരിയയാണ്, ഒരു സോണാണ്. ഈ സോണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ സോണിൽ വരുമ്പോൾ ഈ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യുന്നത് പ്രോബബിലിറ്റി, അതായത് ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ പവറിൻ്റെ പകുതിക്ക് മുകളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ഞാൻ ലെറ്റ് മീ ക്ലിയർ എവറിത്തിങ്. ഞാൻ പറഞ്ഞു ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന പവറിൻ്റെ പകുതിക്ക് മുകളിൽ കയറിയതുകൊണ്ട് തിരിച്ചു വന്ന് ഈ ലോയെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ പോകുക എന്നുള്ളത് പ്രോബബിലിറ്റി വെച്ചിട്ട് കുറവാണ്. അപ്പോൾ ആ പ്രോബബിലിറ്റിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ട്രേഡർ ആയതുകൊണ്ട് ഞാൻ പ്രോബബിലിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. ഈ പ്രോബബിലിറ്റി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുവാണെങ്കിൽ 10 വട്ടം ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ തിരിച്ച് കയറുന്നത് 10 വട്ടത്തിൽ ഇതേപോലെ എടുക്കുന്ന ഒരു പാറ്റേൺ ഇങ്ങനെ തിരിച്ച് കയറുന്നു, പകുതിയേക്കാളും കൂടുതൽ കയറുന്നു. അങ്ങനെ 10 വട്ടം സംഭവിക്കുമ്പോൾ ഒരു ഉദാഹരണം 6 തവണ ഇത് ന്യൂ ലോ പിന്നീട് ബ്രേക്ക് ചെയ്യത്തില്ല. അതിനർത്ഥം ഈ ന്യൂ ലോയിലേക്ക് വരെ വന്നിട്ട് തിരിച്ച് കയറാം. അപ്പം അത് 10ൽ 6 തവണ അല്ലെങ്കിൽ 7 തവണ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഗെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡുണ്ട് ടെയിലുണ്ട് മറുവശത്തല്ലേ. അപ്പോൾ നിങ്ങൾ 10 തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ഒരു 6-7 തവണ വീഴും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഹെഡിൻ്റെ കൂടെ അല്ലേ എപ്പോഴും നിൽക്കാറുള്ളൂ, നിങ്ങൾ ടെയിൽ വിളിക്കുകയോ ഇല്ല. കാരണം ഹെഡ് വിളിക്കും, കാരണം 10 തവണ ടോസ് ചെയ്യുമ്പോൾ 6 തവണ അല്ലെങ്കിൽ 7 തവണ ഹെഡ് വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ് ആണ് കൂടുതൽ നിങ്ങൾ വിളിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇതേപോലെ പാറ്റേണുകളിൽ ന്യൂ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് 4 തവണയേ ഉള്ളൂ.
10 അല്ലെങ്കിൽ 3 തവണ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇമ്പോസിബിൾ ആണെന്നല്ല, ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ അത് സംഭവിക്കുന്നവരെ ഐ നീഡ് ടു വെയിറ്റ് ഇറ്റ് ബിക്കോസ് ഐ എം എ ട്രേഡർ. അതിൻ്റെ DNA അടങ്ങിയേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെയിറ്റേജ് ഓഫ് എവിഡൻസ് എന്ന് അതായത് നമ്മളിവിടെ നോക്കിക്കുന്ന ഡെയിലിയിലാണെങ്കിലും വീക്കിലിയിലാണെങ്കിലും മന്ത്ലിയിലാണെങ്കിലും ഇറ്റ്സ് എ ബിയറിഷ് ട്രെൻഡ്. ബട്ട് ഐ എം ഗോയിങ് നൗ എഗൈൻസ്റ്റ് ഇറ്റ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഈ മന്ത്ലിയും വീക്കിലിയും എല്ലാം ഒരു വലിയ ടൈം ഫ്രെയിമാണ്. അപ്പം ആദ്യത്തെ ഒരു പാറ്റേൺസ് കാണിച്ചു തുടങ്ങുന്നത് ചെറിയ ടൈം ഫ്രെയിമിലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഡെയിലിയിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഗ്രീൻ ബാർ വന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രോബബിലിറ്റി തിയറി ഈ 4-5 ഈ 4-3 കയറും. അതായത് ദിസ് ഇസ് ഗോൺ. അപ്പം എൻ്റെ ആ പ്രോബബിലിറ്റി തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കും. ദാറ്റ്സ് ദ ഫാക്ട്. അപ്പോൾ ഇതേവരെ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ സ്റ്റിൽ ഇറ്റ്സ് എ സോൺ, സ്റ്റിൽ ഇറ്റ്സ് ഇൻ ദ സോൺ, അതായത് ഈ ഒരു സോൺ. അപ്പോൾ ഈ ഒരു തിരിച്ചു കയറിക്കുന്ന ഈ ഒരു ബാർ എന്ന് പറയുന്നത്, ഈ കാണുന്ന തിരിച്ചു കയറിക്കുന്ന അപ് ട്രെൻഡ്, അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്, പ്ലസ് 200 മൂവിങ് ആവറേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സോൺ സോ പവർഫുൾ, സോ ഹാർഡ് ടു ബ്രേക്ക്. എനിക്കിത് ബ്രേക്ക് ചെയ്ത് കാണണം. ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, പ്രോബിലിറ്റിയിൽ ഈ ഒരു 3-4 തവണ സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, അതാണ് ഒന്ന്. ഇനി എത്ര താഴോട്ട് ബിറ്റ് കോയിൻ പോയേക്കാം എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. അത് ഞാൻ കാണുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ 3 ലെഗ് വീതമാണ് ഈ പോകുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഓരോ ലെഗിനും ഓൾമോസ്റ്റ് സെയിം ലെങ്ത് കാണാൻ ചാൻസസ് ഉണ്ട്. ലാസ്റ്റ് ലെഗിന്, അപ്പോൾ ഞാനീ പറഞ്ഞ 1 ഇത്, 2 ഇത് മൂന്നാമത്തെയാണ്. ലാസ്റ്റ് ലെഗുകൾക്ക് ചില സമയങ്ങളിൽ ബാക്കി ഒന്നാമത്തേനെയും രണ്ടാമത്തേനെയും അപേക്ഷിച്ച് വളരെ കൂടുതൽ ലെങ്ത് ആയിട്ടുള്ള ലെഗാകാം, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ലെഗാകാം കമ്പയർ ടു. അപ്പോൾ ഏതാണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ലെഗിൻ്റെ നീളം നമ്മൾ നോക്കും, എത്ര % താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 66% ഇടിഞ്ഞായിരുന്നു. 36.5. രണ്ടാമത്തെ ലെഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 38-7 വരെ ഇടിഞ്ഞു. മൂന്നാമത്തെ ലെഗ് നമുക്ക് ഏകദേശം അത്രയും തന്നെ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 38 പോട്ടെ, ഒരു 39-40 പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് പ്രൈസ് റേഞ്ച് വരുന്നത്? 49-48,000 വരും. അപ്പോൾ ഇത് ആദ്യത്തെ നമ്മൾ ലെഗ് എന്ന് പറയുന്നത് ഏകദേശം 36ആണ്, ഇത് 38, ഇത് 36-38. അപ്പോൾ നമുക്കിതൊന്ന് ഓക്കെ 36 വരെ പോയാൽ എവിടം വരെ എത്തും? 36 വരെ പോയി കഴിഞ്ഞാൽ 52 വരെ പോവും. 38 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 വരെ പോവും. നമ്മളൊരു 40 കണക്ക് കൂട്ടുവാണെങ്കിൽ 49-48 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ 41. അപ്പം അത്രയും മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ബിറ്റ് കോയിൻ പോകാൻ വേണ്ടി. അതായത് ഈ ഒരു ലെഗ്, ഇതായിരിക്കണം നമ്മുടെ സപ്പോർട്ട് സോൺ. അതായത് ഈ ഒരു റേഞ്ച് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് ഇതായിരിക്കണം ആ റേഞ്ച്. ഇതിൽ താഴോട്ട് പോകുന്നത് ഇറ്റ്സ് ഗുഡ് ഫോർ സ്റ്റാക്കിംഗ് സാറ്റ്സ്, അത് വേറൊരു സത്യം. പക്ഷേ എൻ്റെ ഒരു അനാലിസിസ് ഇത്ര മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇറ്റ് ക്യാൻ ഗോ ബിലോ ഇറ്റ്, ബട്ട് ഇറ്റ്സ് എ ഹ്യൂജ് സപ്പോർട്ട് ഹിയർ. ഓക്കെ, ദാറ്റ്സ് ദ വൺ വേ വി ക്യാൻ ചെക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 49-48K, that will be the, if it break this one, then this will be the area. അപ്പോൾ ഇതോടെ തേർഡ് ലെഗ് തീർന്നു. that will be the bottom, I hope so. Okay, so now we are in a generational wealth zone. അതായത് നമ്മൾ വീക്ക്ലി ക്യാൻഡിൽ എടുത്ത് എന്താണ് ജനറേഷണൽ വെൽത്ത് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മൂവിങ് ആവറേജ്, വീക്ക്ലി 200 മൂവിങ് ആവറേജ്. നിങ്ങൾ ഈ കാണുന്ന ഡോട്ടഡ് ലൈനാണ് അത് പറയുന്നത് 200 വീക്ക്ലി മൂവിങ് ആവറേജ്. പ്രൈസ് എപ്പോഴാണോ 200 വീക്ക്ലി മൂവിങ് ആവറേജിൽ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് പോകുന്നത്, ദോസ് പ്രൈസ് വി കാൾ ജനറേഷണൽ വെൽത്ത് ഓപ്പർച്യൂണിറ്റി. എന്തുകൊണ്ട് ജനറേഷണൽ വെൽത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് എപ്പോഴൊക്കെയോ ആ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞ് അടുത്ത ബുൾ റൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ് കോയിൻ വരത്തില്ല. അപ്പോൾ ഇവിടെ ഏകദേശം 200 കണ്ടല്ലേ, 200 മൂവിങ് ആവറിൻ്റെ താഴോട്ട് പ്രൈസ് പോയേക്കുന്നത്. അത് ഏകദേശം എത്ര, 150-200. പിന്നീട് ഇതേവരെ ബിറ്റ് കോയിൻ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അടുത്ത ബുൾ റണ്ണ് കഴിഞ്ഞ് ബിയർ മാർക്കറ്റിൽ പോയപ്പോൾ ആ 200 മൂവിങ് ആവറിൻ്റെ അടുത്തോട്ട് വന്നു. അത് 3000 ആണ്. ആ 3000 പിന്നീട് ബിറ്റ് കോയിൻ വന്നിട്ടില്ല. നമ്മുടെ ലാസ്റ്റത്തെ ബിയർ മാർക്കറ്റ് 200 മൂവിങ് ആവറിന് ബ്രേക്ക് ചെയ്ത് താഴെ വരുന്നു. അത് ഏകദേശം 15,000K ആണ്. അതിലേക്ക് ബിറ്റ് കോയിൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അടുത്തത് ബിയർ മാർക്കറ്റ് വരുന്നു. ഞാൻ ഒന്ന് അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അതെ, ഈ ഒരു പോയിന്റിൽ ബിയർ മാർക്കറ്റിൻ്റെ ബോട്ടം 200 മൂവിങ് ആവറിൻ്റെ അടുത്ത് വരുന്നു. അടുത്തത് ഇത് ബിയർ മാർക്കറ്റിൻ്റെ ബോട്ടം 200 മൂവിങ് ആവറേജ്. ഇത് മൂന്നാമത്തെ ബിയർ മാർക്കറ്റ് ബോട്ടം 200 മൂവിങ് ആവറിന് താഴെ. ഇത് 15K, ഇത് 3, ഇത് 180. അപ്പോൾ ഇതിലേക്ക് പിന്നീട് ബിറ്റ്കോയിൻ വന്നിട്ടില്ല, ഇതിലേക്ക് പിന്നീട് വന്നിട്ടില്ല, ഇതിലേക്ക് പിന്നീട് വരില്ല എന്ന് ഒരിക്കലും ഒരാൾക്കും പറയാനാകത്തില്ല. ബട്ട് പ്രോബബിലിറ്റി ഈസ് സോ ലോ ടു കം ദിസ് പോയിന്റ്. അപ്പോൾ ഇപ്പോൾ എന്താണ് 200 മൂവിങ് ആവറിൻ്റെ ഇതാണ് ഈ ഒരു പോയിന്റ്. ഈ അതായത് 49-ish അല്ലെങ്കിൽ 40-ish to 50-ish റേഞ്ച് ഈസ് വെൽ സോൺ. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇനി ബിറ്റ്കോയിൻ വരില്ല. ഈ ഒരു ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാൻ ലാസ്റ്റ് 17 years is happening. It will never come back again if it go up. അടുത്ത ബുൾ റൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് പ്രൈസ് റേഞ്ച് ഇസ് ഗോൺ ഫോർ എവർ. ഇന്ന് ഇമാജിൻ ചെയ്തേ, ഇനി ഇതിപ്പോൾ നമ്മൾ ആദ്യമേ ബിയർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ബിയർ ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് വൺ ആക്ച്വലി, ബട്ട് ഓക്കെ ലെറ്റ് മീ ടേക്ക് ദിസ് വൺ. ഫസ്റ്റ് ബിയർ മാർക്കറ്റിൻ്റെ ടോപ്പ് പോയിട്ട് തിരിച്ചു വരുന്നു. ദാറ്റ് ഈസ് അറൗണ്ട് 94% താഴെ പോയി ബിറ്റ്കോയിൻ. 94%. എല്ലാവരും പാനിക്കാവും, കാരണം ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് വെൻ ടു സീറോ. കം അഗെയിൻ ഇറ്റ്സ് സോ ഹാർഡ്, ബട്ട് ബിറ്റ്കോയിൻ will come again and again and again from this deep bear market. That's his character. ഇത് 94% താഴെ വീണു. അടുത്തത് എത്രയാണ്? 87%. അപ്പോൾ ഇവിടെ ഇത് വീണത് 95, 94, ഇത് 86. അടുത്തത് ബിയർ മാർക്കറ്റിൽ എത്ര ബിറ്റ്കോയിൻ താഴോട്ട് വീണു? ഏകദേശം 83. അടുത്തത് എത്രയാണ്? 77. അപ്പം ഇവിടെ 94, 86, 83, 77. ഇതിനകത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഓരോ ബിയർ മാർക്കറ്റിലും ബിറ്റ്കോയിൻ്റെ താഴോട്ട് വീഴുന്നത് ഡീപ്പിലേക്ക് പോകുന്നത് ഷാളോ ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 94, പിന്നെ 86, 83, 77. അപ്പോൾ നമുക്കിവിടെ 77 വരെ നമുക്കിനി പ്രതീക്ഷിക്കാൻ ചാൻസ് ഇല്ല, കാരണം ബിറ്റ്കോയിൻ കൂടുതൽ മെച്ചറായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ആളുകൾ അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 77 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറൗണ്ട് 28,000. വാട്ട് വി ക്യാൻ എക്സ്പെക്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് എത്രയാണ്? 49, 48 ആണ്. അപ്പോൾ അത് 61% ആണ്. അത് നമ്മളിപ്പോൾ ഒരു 77 ആയി 67% വരെ പോവുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 41, 40K അല്ലെങ്കിൽ 39. കാരണം ഇവിടെ 77% വരെ താണു. ഇവിടെ ഒരു 77 വേണ്ട, ഒരു 67 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എവിടെ വരെ വരും? 41,000. ഇഫ് ഇറ്റ് കം ദെയർ ദാറ്റ് ഈസ് ജനറേഷൻ വെൽത്ത് ഓപ്പർച്യൂണിറ്റി. അതായത് 200 മൂവിങ് ആവറേജിലോ അല്ലെങ്കിൽ താഴോട്ടോ പോകുന്ന എല്ലാ പ്രൈസും 56 ആണെങ്കിലും 55 ആണെങ്കിലും 40 ആണെങ്കിലും 48 ആണെങ്കിലും ദാറ്റ് ഈസ് ഹ്യൂജ്. അതായത് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പിന്നീട് ബിറ്റ്കോയിൻ വരത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി അടുത്ത ബിയർ മാർക്കറ്റ് വരുന്നത് ഇപ്പോൾ ഉദാഹരണം ഒരു 250, 270 പോയെന്നിരിക്കട്ടെ. അടുത്ത ബിയർ മാർക്കറ്റ് 60% വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 65 വരുമ്പോഴത്തേക്ക് എവിടെ വരുന്നത്? 94,000 ആയിരിക്കും ബോട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഒരു 300,000 അല്ലെങ്കിൽ 350, 325 പോയി, ഒരു 60% വന്നു. ഇസ് 127, അതായത് നമ്മുടെ ഈ പ്രീവിയസ് ഓൾ ടൈം ഹൈയിലേക്ക് വരെ വന്നു. അതാണ് ബോട്ടം എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ $100 കൊടുത്ത് ബിറ്റ്കോയിൻ വാങ്ങിക്കുമ്പം ദാറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ് എമൗണ്ട്. ദാറ്റ് വിൽ നോട്ട് ചേഞ്ച് യുവർ ലൈഫ്. ഇറ്റ്സ് സോ ഹാർഡ് ടു ഗെറ്റ് എ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ബിറ്റ്കോയിൻ. അടുത്ത ബോട്ടത്തിൽ നിങ്ങൾ മേടിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ $100 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം കിട്ടും? ദിസ് നത്തിങ്. ദിസ് ഈസ് ദ ടൈം. ദിസ് ബിയർ മാർക്കറ്റ് യു ഷുഡ് ടേക്ക് ദ ഡിസിഷൻ വെദർ യു വാണ്ട് ടു ഇൻ ഓർ നോട്ട്. കാരണം അടുത്ത ബിയർ മാർക്കറ്റും ഇനി അടുത്ത് വരാൻ വേണ്ടി ഇറ്റ്സ് നോട്ട് റിലവൻറ്റ്. ലൈഫ് ചേഞ്ച് ചെയ്യാൻ തക്ക സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ നിങ്ങൾക്ക് മേടിക്കാനൊക്കെ, അല്ലെങ്കിൽ യു ഹാവ് ടു പുട്ട് ഹ്യൂജ് എമൗണ്ട്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. ദിസ് ഇസ് ദ ഓൺലി ടൈം ദ പീപ്പിൾ വിൽ ഗോ ഓൾ ഇൻ. നിങ്ങൾക്ക് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐ എം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ. എനിക്ക് ഫൈനാൻഷ്യലായിട്ട് അഡ്വൈസ് ചെയ്യാനുള്ള യാതൊരു അധികാരവുമില്ല. ഐ എം ജസ്റ്റ് എ റാൻഡം യൂട്യൂബർ. ഓക്കെ, സോ ഡോണ്ട് ബിലീവ് മീ. ഇറ്റ്സ് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് information purpose. This education, you have to decide. Only you know how much risk you can take it. Okay, so guys, take care. These are cheap sites. These weeks you can just scoop it, all those cheap sites, guys. This price range will never come again once we start the bull market. Okay, so take care. Bye bye.